നമസ്കാരം. ശിവകാർത്തികേയന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് പരാശക്തി. ചിത്രം ജനുവരി 10-ന് തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നു. ചിത്രത്തിന്റെ റിലീസ് കാലഘട്ടം തൊട്ട് ചിത്രവുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളും ഉയർന്നിരുന്നു. അതിലൊന്ന് വിജയ് അവസാനമായിട്ട് അഭിനയിക്കുന്ന ജനനായകൻ എന്ന ചിത്രത്തിന്റെ കൂടെ ക്ലാഷ് റിലീസ് വെച്ചതായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളാണ് ഈ ചിത്രം നേരിടേണ്ടി വന്നിരുന്നത്. എന്നാൽ ചിത്രം റിലീസ് ആയതോടുകൂടിയും ഈ പ്രശ്നം അവസാനിക്കുമെന്ന് കരുതിയെങ്കിൽ അവിടെയും തെറ്റി. വിജയുടെ ആരാധകർ ഈ ചിത്രത്തെ പിന്തുടർന്ന് വേട്ടയാടുന്നു എന്നാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ പുറത്തുവിടുന്ന വിവരങ്ങൾ. പരാശക്തിയോടൊപ്പം റിലീസിന് ഒരുങ്ങിയിരുന്ന വിജയ് ചിത്രമായ ജനനായകൻ പിന്നീട് സെൻസർ ബോർഡിന്റെ ചില പ്രശ്നങ്ങൾ കാരണം റിലീസ് വൈകിയിരുന്നു. ഇപ്പോഴും ചിത്രം റിലീസ് ചെയ്യാനുള്ള ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിജയുടെ ആരാധകർ തങ്ങളുടെ സിനിമ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അണിയറ പ്രവർത്തകർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരാശക്തി എന്ന സിനിമയ്ക്കെതിരെ നടൻ വിജയുടെ ആരാധകർ നടത്തുന്ന സൈബർ ആക്രമണങ്ങളോടും ഭീഷണികളോടും പ്രതികരിച്ച് സംവിധായക സുധാ കൊങ്കരയും നിർമ്മാതാവും. വിജയുടെ പേരു പറയാതെയാണ് സുധാ കൊങ്കരയുടെ വിമർശനം. പരാശക്തിക്ക് പേരില്ലാത്ത ഐഡികളിൽ നിന്നും പലതരത്തിലുള്ള അപവാദ പ്രചരണം നടക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. ഇത് എവിടെ നിന്നാണ് ആരംഭിക്കുന്നതെന്നും എല്ലാവർക്കും അറിയാമെന്നും സുധാ കൊങ്കര കൂട്ടിച്ചേർത്തു. വിജയ് നായകനാകുന്ന ജനനായകന്റെ എതിരാളിയായി പൊങ്കലിന് എത്തുമെന്ന് പറഞ്ഞിരുന്ന ചിത്രമായിരുന്നു പരാശക്തി. എന്നാൽ സെൻസർഷിപ്പുമായുള്ള ചില പ്രശ്നങ്ങൾ കാരണം ജനനായകൻ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. 1960കളിൽ തമിഴ്നാട്ടിൽ നടന്ന ഹിന്ദി വിരുദ്ധ സമരത്തെക്കുറിച്ചുള്ള ചിത്രമാണ് പരാശക്തി. സിനിമയെയും അതിലെ അഭിനേതാക്കളെയും താഴ്ത്തിക്കെട്ടാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് ഹോളിവുഡ് റിപ്പോർട്ടർക്ക് നൽകിയ അഭിമുഖത്തിൽ സുധാ കൊങ്കര ആരോപിക്കുന്നത്. വ്യാജ സോഷ്യൽ മീഡിയ ഐഡികൾക്ക് പിന്നിൽ ഒളിച്ചിരുന്നാണ് പലരും അപകീർത്തികരമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഇത്തരം ആക്രമണങ്ങൾക്ക് രാഷ്ട്രീയപരമായ കാരണങ്ങളല്ല, മറിച്ച് സ്വന്തം സിനിമ പുറത്തിറക്കാൻ കഴിയാത്ത സാഹചര്യത്തിലുള്ള ചില നടന്മാരുടെ ആരാധകരിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നും അവർ തുറന്നടിച്ചു. തങ്ങൾ നിലവിൽ പോരാടിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങൾക്കും ഗുണ്ടായിസത്തിനും എതിരെയാണെന്ന് സുധാ കൊങ്കര വ്യക്തമാക്കി. സിനിമ അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. നിങ്ങളുടെ സിനിമ സ്വയം സംസാരിച്ചാൽ മാത്രം പോരാ എന്ന് തോന്നുന്നു. പൊങ്കൽ വാരാന്ത്യത്തിൽ കൂടുതൽ പേരിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പേരില്ലാത്ത ഐഡികൾക്ക് പിന്നിൽ ഒളിച്ച് മോശം രീതിയിലുള്ള അപവാദ പ്രചരണങ്ങളും മാനഹാനിയും നടക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ നേരിടേണ്ടതുമുണ്ട്. ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. നിങ്ങൾക്ക് അത് എവിടെ നിന്ന് വരുന്നു എന്ന് അറിയാം. ഇത് അവരുടെ കഴിവുകേട് കാരണം റിലീസ് ചെയ്യാൻ കഴിയാതിരുന്ന ഒരു സിനിമയിലെ നടന്റെ ആരാധകരിൽ നിന്നാണ് വരുന്നത്. ഇതാണ് നമ്മൾ നേരിടുന്ന റൗഡീസവും ഗുണ്ടായിസവും. സുധാ കൊങ്കരയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. വിജയ് ആരാധകരുടെ എക്സ് ഹാൻഡിലുകളിൽ നിന്ന് വരുന്ന ഭീഷണി സന്ദേശങ്ങൾ ഇതിന് ഉദാഹരണമായി സുധാ കൊങ്കര ചൂണ്ടിക്കാണിക്കുകയും എടുത്തു കാണിക്കുകയും ചെയ്തു. സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റിനേക്കാൾ പ്രാധാന്യം വിജയ് ആരാധകരോട് മാപ്പ് ചോദിച്ച് അവരിൽ നിന്ന് അപ്പോളജി സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിലാണെന്നായിരുന്നു ഒരു ആരാധകന്റെ പോസ്റ്റ്. വിജയ് ആരാധകർ ക്ഷമിച്ചാൽ മാത്രമേ ചിത്രം ഓടുകയുള്ളൂ എന്ന തരത്തിലുള്ള ഭീഷണികളും ഉയർന്നു വന്നിരുന്നുവെന്നും സുധാ കൊങ്കര വ്യക്തമാക്കി. ശിവകാർത്തികേയൻ നായകനായ പരാശക്തി ജനുവരി 10-ന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു. സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനു വേണ്ടി ചിത്രവും ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിരുന്നു. റിലീസ് തീയതിക്ക് ഒരു ദിവസം മുമ്പ് 25 മാറ്റങ്ങളോടെയാണ് ചിത്രം റിലീസിന് ഒരുങ്ങിയത്. ചിത്രത്തിന് തിയേറ്ററിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നതെങ്കിലും ചിത്രത്തിനെതിരെ വലിയ രീതിയിലുള്ള നെഗറ്റീവ് അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട്.